ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളിങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് സന്ധ്യ ആയി കേട്ടോ. സന്ധ്യ ആയ സമയത്താണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഞ്ജുവിൽ നിന്നും സാധനങ്ങളൊക്കെ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടേ. ഹായ്, ഒന്ന് നോക്കുവോ? ഹായ്, അഭിനയ സിംഗ് എന്താ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കേരളക്കാർ ഒരു 3 പേര് ഒരുമിച്ചല്ലേ. അതെ, വേറെ ഉണ്ട് അതോ അവിടെ നിൽക്കുന്നത്. അതൊരു കേരളക്കാരനല്ലേ അവൻ? നിൽക്കുന്നേ അല്ലേ? ആണ്. ഹായ്, പേര് പറ. സൂരജ് ഫ്രം മലപ്പുറം, നിലമ്പൂർ. വീഡിയോ എടുക്കാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നപ്പോഴാണ് സൂരജിനെ കണ്ടത്. സൂരജ് അപ്പം കേരളക്കാരനാണെന്ന് അറിഞ്ഞു. അതെ, അപ്പം കേരളക്കാരെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടോ? ഇവിടെ സൂരജ് വന്നിട്ട് എത്രയായി? 5 മാസമായി. അപ്പം ഞങ്ങൾ കുറേ ലേറ്റായി വന്നപ്പോഴത്തേക്ക്. ഈ കിടക്കുന്നതാണ് കേട്ടോ ഓപ്പൺ ബാർജ്. അപ്പോൾ ഈ കാണുന്ന മഞ്ജുവിൽ നിന്നും സാധനങ്ങൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ കാണുന്ന ഓപ്പൺ ബാർജിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് ഈ ഓപ്പൺ ബാർജ് നേരെ തിണ്ണകര ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഞാൻ കണ്ടോ അതിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നുണ്ടോ? ഒത്തിരി സന്ധ്യ ആയോണ്ടാ ഇല്ലയോ, മങ്ങലായിപ്പോയി. ഇപ്പം ഇരുട്ടാവും. ആ ക്രെയിൻ വർക്കിംഗ് അല്ലല്ലോ ഇല്ലയോ? അല്ല, രസമുണ്ട് കടലിലോട്ടല്ലയോ, അടിപൊളി. അതുകൊണ്ട് അത് ഫിഷിങ്ങിന് പോയിട്ട് വന്നവരല്ലാന്നാന്ന്. അതുകൊണ്ട് അവർ മീനൊക്കെ എടുത്ത് വെക്കുന്നുണ്ടോ? ഫിഷിങ്ങിന് പോയിട്ട് വന്ന ആൾക്കാരാണ്. ഒരു ബോട്ട് നമ്മൾ കണ്ടല്ലോ. നമുക്ക് നോക്കാം, ഇനി മീൻ പിടിച്ചോണ്ട് വരുമല്ലോ. ഊളയല്ലേ അത്? ഊളമീനല്ലേ അത്? അല്ല. ഓ, ഞാൻ ദൂരെ വെച്ച് കണ്ടു. രാവിലെ പോയതാന്നോ അവര്? ഇനി അങ്ങോട്ട് മുരലിൻ്റെ ടൈമാണോ? ഇനിയാണോ ഊളയൊക്കെ കിട്ടുന്നേ? അയ്യോ, സൂര്യൻ മറഞ്ഞ്. എന്താ ഇതാരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ താഴെ വരും കമൻറ്റ്. ഇയാളെ മ്യൂസിയത്തിൽ ഞങ്ങൾ എപ്പോഴും വന്നപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. അതെ, അവർ വരുന്നു. ഈ മീൻപിടുത്തം എവിടെ കണ്ടാലും ഞാൻ അവിടെ നിൽക്കും. അയ്യോ, അവരിങ്ങോട്ട് വരുന്നില്ലടേ. ഇതിൻ്റെ വർക്ക് വീണ്ടും തുടങ്ങാൻ പോകാൻ തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ ബോട്ട് എത്തി, ഓടം. മുരൽ അപ്പോൾ അവിടെ മഞ്ജുവിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ.
ഏത് ഇത് ഇതിൻ്റെ പേരെന്തുവാ അപ്പാ? പൂഞ്ചി. ഇതല്ലേ കണ്ട അവർ പിടിച്ചിട്ടേക്കുന്നത്. പക്ഷെ ആ കിടക്കുന്ന പരന്ന മീൻ നമ്മൾ കഴിക്കുവോ? അല്ലേ? ഞാൻ കണ്ടു. ഇവര് കുപ്പിയൊക്കെ ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഈര അങ്ങനെ കിട്ടിയാന്ന് ഓർക്കാൻ മീനുകൾ ആ കുപ്പി ഇട്ടിട്ട് ആന്നാ. നമ്മൾ മൈദാ വന്നോ കൊടുക്കുന്നേ? മൈദ ഇട്ടപ്പോഴാണ് ഈ മീൻ കിട്ടിയത്. അവർക്ക് ഇന്നത്തേക്കുള്ളതായി. പൊറോട്ട ആന്നാ? പൊറോട്ട തന്നെയോ മീന്? ആന്നോ? ആഹാ, ഇത് പൊറോട്ട കഴിക്കുന്ന മീനാ ഇത്. പൂഞ്ചിയോ? ആന്നാ? നിങ്ങളെന്നും വരുവോ വൈകുന്നേരം? ചുമ്മാ രസം. വലിയ മീനെ കാണാൻ പറ്റുന്നുണ്ട് താഴോട്ട്. പോയോ? ഞാനിപ്പോൾ ബോട്ടിലൊക്കെ ഓടത്തിലൊക്കെ മീൻ പിടിക്കാൻ പോയിരുന്നു ഈ 2 ആഴ്ചക്ക് മുമ്പ്. കുറേ മലയാളികളെ കണ്ടല്ലോ അല്ലേ? ഫുള്ള് കേരളക്കാർ. അവിടെ നിന്നിട്ട് ഞങ്ങൾ കണ്ടുവരുക. ഇൻസ്റ്റ അത് തന്നെ. ഇഷ്ടംപോലെ മീനുണ്ട് അടിയിലോട്ട് ഇല്ലേ അവിടെ? ആന്നോ അല്ലയോ? മൈദ കൊടുത്താലേ അപ്പൊ വലിയ മീൻ കിട്ടും ഇല്ലയോ? അതാണ് ഇഷ്ടം. എല്ലാം കൂടെ വരുന്നു. പക്ഷെ അത് ചെറുതല്ലയോ? ഒന്നാണ്ട ഞങ്ങൾ പോട്ടെങ്കിൽ ഒരു മീൻ കിട്ടുന്ന കണ്ടിട്ട് പോകാന്നായിരുന്നു. ഏയ് മലയാളി ഞങ്ങൾ പോട്ടെ. ചായ കുടിച്ചിട്ട് പോകാം അല്ലേ? ഞങ്ങൾ ഇപ്പം കൂടി ചായ കുടിച്ചതേ ഉള്ളൂ. നമ്മുടെ ബർത്ത്ഡേ ബോയ് വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ബോയുടെ ഒരു ചിരി നോക്കിക്കേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. ഇത് ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്ന. താങ്ക്സ് പറ ജാബറെ. താങ്ക് യു. ജാബറിന് മൊത്തത്തിൽ കിളി പോയിരിക്കുവോ അല്ലയോ? എത്രാമത്തെ ബർത്ത്ഡേ പറയാൻ പറ്റുമോ? എത്രാമത്തെ ബർത്ത്ഡേ എന്ന് പറ? 43. അപ്പം ജാബറിനെ അറിയാലോ, എല്ലാവരും വിഷ് ചെയ്യണേ. നമ്മുടെ കൂടെ കുറേ വീഡിയോയിലുണ്ടായിരുന്നതാ. കപ്പൽ പിടുത്തം മറ്റേ ഫിഷിങ്ങിൻ്റെ ഒക്കെ മെയിൻ ആളാണ് ഇല്ലയോ? നമ്മുടെ കൂടെ ഒരുപാട് വീഡിയോകളിലുണ്ടായിരുന്നു. ജാബറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ട ഇവിടെ ഒരാൾ. നിങ്ങളുടെ പാപ്പക്ക് ഹാപ്പി ബർത്ത്ഡേ പറ. നിങ്ങളുടെ പാപ്പക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയടി. പറ. ഞാൻ ഫസ്റ്റിലേ കൈ കഴിക്കതേ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഈസ്റ്റേൺ ജെട്ടി വന്ന്. അപ്പോൾ അവരെല്ലാം ജാബറൊക്കെ അവിടെ നിൽക്കുന്നു. ജാബറും വൈഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ രാത്രിയിൽ അധികം വരത്തില്ലല്ലോ. ഇന്നാളൊരു ദിവസം നമ്മൾ രാത്രി വന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയൊക്കെ ലേഡീസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഫുഡൊക്കെ കഴിച്ചില്ലയോ, ഒക്കെ കുറച്ച് നേരം ഇവിടെ വന്ന് കാറ്റൊക്കെ ഒന്ന് കൊണ്ട് ഒരു രസമല്ലേ ഇതൊക്കെ. അപ്പോൾ ഇന്നതേ ഫ്രണ്ട്സ് എല്ലാവരും ഇല്ല കേട്ടോ. ഇന്ന് ജാബറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജാബറിൻ്റെ വൈഫ് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് വരണം, നമുക്കിന്ന് പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് സമയമായി. നമുക്കങ്ങനെ എപ്പോഴും ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഇന്ന് രാത്രി നമ്മളിതേ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ജാബറിൻ്റെ വൈഫിൻ്റെ അനിയത്തി കടമത്ത് ദ്വീപിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിൽ ഇച്ചിരി നേരം ഒന്ന് നിന്നിട്ട് പോകാമെന്ന്. അവർ അവിടെ ആരോടൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ നല്ല വെട്ടമുണ്ടല്ലോ, ഇങ്ങോട്ട് തിരിച്ചപ്പോൾ നല്ല ലൈറ്റുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ വൈബ് പൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ്. അവിടെയൊക്കെ കുറേ പേര് ഫിഷിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ദ്വീപുകാർ തന്നെ അവിടെ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരൊക്കെ അങ്ങോട്ട് പോയി. അവിടെ കണ്ടോ, എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ, കുറേ ലേഡീസ് ഉണ്ട്. അവർ ഫാമിലിയൊക്കെ ആയിട്ട് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വരും. ഇവിടെ നല്ല കാറ്റ്. ഇന്നാണെങ്കിൽ
രാവിലെ ഒരു നമ്മുടെ പയ്യൻ പോന്ന കേട്ടോ. ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ പോയ കറണ്ടാണ് കേട്ടോ. വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു 6:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കാറ്റുവെള്ളം വരുന്ന നല്ല രസമല്ലേ, അടിപൊളി. അവിടെ മഞ്ജുവിൽ സാധനം ഇറക്കുന്നുണ്ട്. ഓ, വെള്ളം ഒഴിച്ച് ക്ലീനൊക്കെ ചെയ്യും. മഞ്ജു പോയില്ലേ അത്? ഓ, നീ വരാൻ പോന്ന മഞ്ജു വന്നു. നമ്മൾ ഫുഡ് അടിച്ചിട്ട് വരുക. നമ്മൾ വൈകുന്നേരം വന്നപ്പം സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന മഞ്ജു തന്നെ ഇത് കേട്ടോ. ഇപ്പുറത്തൊരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ആ മഞ്ജു പോയി. ഇവിടെ മഞ്ജു ഒക്കെ വന്നിട്ട് പോയിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുന്നുണ്ടോ. നമ്മൾ വൈകുന്നേരം വരാൻ നേരം ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. രാത്രിയിലൊക്കെ അവിടെയൊക്കെ കുറേ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഫിഷിങ്ങിന് വേറെ ആരെയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മഞ്ജു ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ആരും ഇല്ലാത്തത്. എൻ്റെ കയ്യിലുണ്ട് ഇതുപോലത്തെ ചൂണ്ട. ആദ്യമായിട്ട് അകത്തിക്കാരെന്നുണ്ട് ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കട്ടെ. ചുമ്മാ രസമല്ലേ. ഇത് മൈദയ്ക്ക് പിടിക്കുന്ന മീനുകളാണത്. വലിയ മീൻ, വലുതുമുണ്ട് ചെറുതുമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ എല്ലാവരുടെ കൂടിയത് കണ്ടാ ഇട്ടേ. നമ്മുടെ അതെന്തുവാ? അയ്യോ, വലിയ മീൻ. അയ്യോ, അത് ഇതിനകത്ത് കുടുങ്ങുവോ ഈ ചൂണ്ട? അയ്യോടാ, വലിയ കുളുവല്. ഇവരൊന്നും എന്താ പിടിക്കാത്തേ? ഇന്ന് ആരും ഇല്ലേ? ആ ചാട്ടം കണ്ടായിരുന്നോ? പോന്നു. ഇവിടെ ഇതിട്ട് കൊടുത്തപ്പോൾ അതുങ്ങളെല്ലാം അങ്ങോട്ട് പോന്നു. ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ തീറ്റ എനിക്ക് വേണ്ടാന്ന്. എല്ലാം തിരിച്ചു പോന്ന്. മൈദ തന്ന് പറ്റിക്കാൻ നോക്കുന്നൊന്ന്. പോയി, അവരെല്ലാം അങ്ങോട്ട് പോയി കേട്ടാ. ആന്ന് എപ്പം നേരത്തെ? അതാ ഇപ്പം എല്ലാം പോയി. ഞങ്ങൾക്ക് മൈദ വേണ്ട, വേറെ വല്ല ഉണ്ടെങ്കിൽ തരാൻ. കുളുവലൊന്നും പിടിക്കുന്ന ആരും ഇല്ലല്ലോ അവിടെ. അവർക്ക് ആ സൈഡിലപ്പോൾ കിട്ടുന്നുണ്ട്. ആന്നോ? ഇവിടെ കുളുവൽ ചാടുന്നു. സത്യം. കട ഇടറാ പ്ലീസ്. തോണ്ടേ പോന്നുണ്ടോ? ചൂണ്ടയിടും വേണ്ടേ? ഇവിടെ നമ്മൾ തീറ്റ ഇടുമ്പോ അത് കുളുവല് ആന്ന് വലുത് കുളുവലാന്ന് പറയുന്നത്. എന്ത് ചാട്ടം ചാടിന്നറിയോ ഇപ്പൊ ഇവിടെ? തിരണ്ടിയോ? തിരണ്ടിയല്ല, ആന്നോ? തിരണ്ടി എന്നോടെ നല്ല രസമുണ്ട്. രാത്രി നേരത്തെ കണ്ട പകല് പോലെ നമ്മുടെ ഈസ്റ്റേൺ ചട്ടിയൊക്കെ. ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവർ രാത്രി നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വന്നേക്കുന്നവരാ. കൊല്ലംകാരൊക്കെ ഉണ്ട്. ആരാ കൊല്ലം? അതോ? ഇത് കൊല്ലവാ? ഹായ്, പേര് പറ. അഖിൽ. ഏതാ? കൊട്ടാരക്കര. ഞാൻ അടുത്ത് തന്നെ കേട്ടോ. അതെ കൈ കൊടുത്ത്. ആർക്ക് കൈ കൊടുക്കുന്നത്? അത് വേണ്ടല്ലോ. മറ്റേ ബേസിൽ യൂണിവേഴ്സിറ്റി. ഇവര് കടമത്ത് ദ്വീപ്. കടമത്താണോ? മറ്റേ ആന്ധ്രത്തിൽ നിന്നല്ലേ പെട്ടെന്ന് എത്തുന്നത്? കടമത്ത് അടുത്തല്ലേ? അങ്ങനെ. നിങ്ങൾ നാളെ പോവാനോ? ഇന്ന് ഞാൻ ഫുള്ള് കേരളക്കാരെയാണ് കണ്ടത്. ഇന്ന് വൈകുന്നേരം നമ്മൾ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് കേരളക്കാരെയാണ് കണ്ടത്. ഇല്ല, വൈകുന്നേരം തൊട്ട് ഞങ്ങൾ കുറേ പേര് കണ്ട്. അപ്പം ഇവർ നമ്മുടെ ദ്വീപ് കാണാൻ വേണ്ടി വന്നവരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അതെ, എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ വന്നിട്ട് എല്ലാവരും. അതെ, അടിപൊളിയാണ്.
ദ്വീപ് എന്ന് പറഞ്ഞ പൊളിയാണല്ലേ. പെട്ടെന്ന് പോണേ, തിരിക്കാൻ പോവാന്ന് അവര്. എനിക്കൊരു മിനിറ്റ്. ആ മഞ്ജുവിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മീനൊക്കെ പിടിച്ചിട്ടേക്കുന്നു. കുളുവല്ലെന്നാ അല്ല എന്ത് എന്ത് എവിടെ ആ അതാണ്ട് കിടക്കുന്നേ. അവർക്ക് കിട്ടിയ മീനുകൾ കുളുവൽ. വെറുതെ അല്ല നമ്മൾ അപ്പുറത്ത് ആരെയും കാണാഞ്ഞ്. ഈ നിലാവേ അയ്യോ ഇവിടെ വീണ്ടും വരണം. ഇവിടെയൊക്കെ കിടപ്പുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു. ഈ മീൻ ലാവുന്നതോ? എവിടെ ലാവുന്നു? ഇന്ന് എല്ലാവരും ഈ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. നമ്മളത് അപ്പുറത്ത് പോയിട്ട് ആരെയും കാണാഞ്ഞ് ചൂണ്ട എറിയുകയാണ്. നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കണം. നമ്മൾ അപ്പൽ പിടിക്കാൻ പോകുന്നവരാ. ആ പിന്നെ കണ്ടില്ലേ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.